യെസ്. അപ്പൊ ഗുഡ് ആഫ്റ്റർനൂൺ വൺസ് അഗെയിൻ. എല്ലാവരും വൈകിയാണ് കയറാറുണ്ട്. 5 മിനിറ്റ് ഒക്കെ വൈകിട്ട് എല്ലാവരും കയറുള്ളൂ എന്നാണ് പറയുന്നത്. ചില സ്ഥലത്തൊക്കെ അങ്ങനെയാണ് നമ്മൾ, അല്ലെ? അവിടെ ഒന്ന് തുടങ്ങട്ടെ, തുടങ്ങിയിട്ട് നമ്മൾ ചെല്ലാം എന്ന് പോകുന്ന ചില സ്ഥലങ്ങളുണ്ട്. അപ്പൊ അതുപോലെയാണ് ക്ലാസ്സിലും നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ പാടില്ല കേട്ടോ. നമ്മള് ടീച്ചേഴ്സിന് വേണ്ടി കാത്തിരിക്കും. അങ്ങനെയാണ്. ഇപ്പൊ നമ്മളിവിടെ കുറെ നേരമായി ഇരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും കുറച്ച് പിള്ളേരല്ലേ വന്നിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് ഓപ്പൺ ആക്കാഞ്ഞത്, അല്ലെങ്കിൽ വീഡിയോ ഓൺ ആക്കാഞ്ഞത്. അല്ലാതെ ടീച്ചേഴ്സ് വരുന്നത് വൈകിയല്ല കേട്ടോ. എല്ലാവരും എന്തായാലും ഒരു 28, 27 ആകുമ്പോഴേക്കും ഇവിടെ സിസ്റ്റത്തിന്റെ മുമ്പിലുണ്ട്. കുട്ടികളുടെ സ്ട്രെങ്ത് വളരെ കുറവ് കാണുന്നത് കൊണ്ടാണ് നമ്മളിവിടെ തുടങ്ങാനായിട്ട് ഇത്തിരി ലേറ്റ് ആകുന്നത്. കുട്ടികൾ ജോയിൻ ചെയ്യട്ടെ. അപ്പൊ ഈ വൈകി വരുന്ന കുട്ടികൾ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്തായാലും നമ്മൾ ക്ലാസ് ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ക്ലാസ് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നവരായതുകൊണ്ടേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇച്ചിരി കൂടി നേരത്തെ ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഓക്കെ അല്ലേ? എന്തായാലും നമ്മൾ കയറുന്നതാണ്. അപ്പൊ തുടക്കം തന്നെ എല്ലാവരും ഉണ്ടെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ അങ്ങോട്ട് തുടങ്ങാം. നേരെ വേഗം ക്ലാസ് തുടങ്ങാം. പക്ഷെ ഇവിടെ കുട്ടികൾ ലേറ്റ് ആയിട്ട് ഇപ്പൊ ചിലപ്പോ ഞാനൊരു ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു കഴിയുമ്പോഴായിരിക്കും ബാക്കിയുള്ളവർ കയറുക. അപ്പൊ അതിനേക്കാൾ നല്ലത് നമ്മൾ തുടക്കം തന്നെ എല്ലാവരും അപ്പൊ തന്നെ അറ്റൻഡ് ആണെങ്കിൽ വേഗം ക്ലാസ് തുടങ്ങാം. ഇതുപോലെ ഞാൻ പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. യെസ്. അപ്പൊ ആദ്യം തന്നെ ഞാൻ മറ്റേ ഈ നേരത്തെ കയറി വന്നിരിക്കുന്ന കുട്ടികളുണ്ട് കേട്ടോ. ഓൾറെഡി 27, 28 ഒക്കെ ആവുമ്പോൾ നമ്മൾ വന്നിരിക്കുന്ന സമയത്ത് തന്നെ ഓൾറെഡി കുറച്ച് പിള്ളേർ ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അവരോട് ഒരു സോറി പറയാനുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് നമ്മൾ കാത്തു നിന്നതുകൊണ്ടാണ് എന്റെ ഒരു 5-6 മിനിറ്റ് നമ്മളുടെ വൈകിട്ടുണ്ട്. സോ സോറി. അടുത്ത ദിവസം വരെ നമ്മൾ വേണ്ടി കാത്തുനിന്നില്ല. ഞാനൊരു ജസ്റ്റ് എന്തെങ്കിലും പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അടുത്ത ദിവസം വരെ നമ്മൾ ഒറ്റയ്ക്ക് വേഗം തന്നെ എന്താണോ പറഞ്ഞു നിർത്തി അവരുടെ തൊട്ടടുത്ത ഭാഗത്തുനിന്ന് എടുത്തോളും. അപ്പൊ നമ്മൾ കാത്തുന്നില്ല എന്നാണ് ഈ പറഞ്ഞത്. അപ്പൊ അടുത്ത ദിവസം വരെ എല്ലാവരും നേരത്തെ തന്നെ ഒരു 1 മിനിറ്റ് മുമ്പേ നിങ്ങളൊന്ന് ജോയിൻ ചെയ്തിരിക്കും. എന്നിട്ട് നിങ്ങൾ നോക്കുക, അല്ലെ? ലാസ്റ്റ് ചിലപ്പോൾ വേണമെങ്കിൽ 5 മിനിറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പോകണമെങ്കിൽ പോകാം. അല്ലാതെ എന്തെങ്കിലും നമ്മൾ എന്തായാലും ഇതിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണല്ലോ. അപ്പൊ അതനുസരിച്ച് ഒന്ന് ജോയിൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, whatever it may be. അപ്പൊ അടുത്ത ദിവസം ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ഇത് ന്യൂറോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണോ നമ്മൾ പറഞ്ഞു നിർത്തിയത്? ന്യൂറോളജി എന്ന ഡിപ്പാർട്ട്മെന്റിലാണോ നമ്മൾ നിർത്തിയത്? യെസ്. ന്യൂറോളജിയുടെ ആ ഒരു ടോപ്പിക്കിലെ ചില കാര്യങ്ങൾ നമുക്ക് എഴുതാനുണ്ടായിരുന്നു. അത് നോട്ടായിട്ട് ഞാൻ എഴുതി തന്നോ? ഫോർ എക്സാമ്പിൾ എന്താണ് ഇതായിരുന്നു, എന്തൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ എഴുതി തരേണ്ടതായിട്ട്. അതിന്റെ മലയാളം മീനിങ് ചില കാര്യങ്ങളുടെയൊക്കെ. ഇപ്പൊ അതിന്റെ മോട്ടോർ സ്ട്രെങ്ത് എന്താണെന്ന് അത് എഴുതി തന്നോ? നോട്ട് എഴുതിയെങ്കിൽ നമ്മൾ അടുത്തതിലേക്ക് മോട്ടോർ സ്ട്രെങ്ത് എഴുതി തന്നോ? പിന്നെ കോർഡിനേഷൻ, ഏകോപനം എന്നൊക്കെ മലയാളം വേർഡ്, സെൻസേഷൻ, റിഫ്ലക്ഷൻ, നമുക്ക് എന്താ പറയാ സെൻസിറ്റിവിറ്റി നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഓക്കെ. അതൊക്കെ അതിന്റെയൊക്കെ മലയാളം മീനിങ് മാത്രമേ ഉള്ളൂ. മോട്ടോർ സ്ട്രെങ്ത് മാത്രമേ നമ്മൾ എക്സ്പ്ലനേഷൻ ആയിട്ട് തന്നുള്ളൂ. ബിക്കോസ് അതെന്താണെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് അറിയണം. നമ്മൾ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് പഠിച്ചു, അതിനകത്ത് മെയിനായിട്ട് വരുന്ന എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇതൊരു മോട്ടോർ സ്ട്രെങ്ത് മെഷർ ചെയ്യുക അല്ലെങ്കിൽ അസസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ അതിപ്പോ ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് നെർവ് സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് ചില ഡിസ്റ്റർബൻസുകൾ, ചില ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ കണ്ടെത്താൻ വേണ്ടിയില്ലേ ഒരു എന്താ പറയാ കുറെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള കുറെ മെഡിക്കൽ ഹിസ്റ്ററി, അതോടൊപ്പം തന്നെ കുറെ ഫിസിക്കൽ എക്സാമിനേഷൻസും പേഷ്യന്റിന്റെ നടത്തണം. അല്ലാതെ നമുക്ക് അവരോട് ചോദിച്ചറിയുന്ന കാര്യങ്ങൾക്ക് മാത്രം ഒരു എന്ത് രോഗമാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് ഒരു പ്രത്യേകത, ഈ നെർവസ് സിസ്റ്റത്തിന്റെ പ്രത്യേകത. അപ്പൊ ന്യൂറോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഹിസ്റ്ററിയോടൊപ്പം തന്നെ സം ഫിസിക്കൽ എക്സാമിനേഷൻസ് ഹാവ് ഓൾസോ ടു ബി കണ്ടക്ടഡ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ന്യൂറോളജിസ്റ്റ് കുറച്ച് എന്താ പറയാ എക്സാമിനേഷൻസ് നടത്തുന്നു, ന്യൂറോളജിക്കൽ എക്സാമിനേഷൻസ് നടത്തുന്നു. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ സെൻസേഷൻ റിഫ്ലക്ഷൻസ് നോക്കുക, അവരുടെ കോർഡിനേഷൻ രീതി എങ്ങനെയാണെന്ന് നോക്കുക, അവരുടെ നടത്തം എങ്ങനെയാണെന്ന് പരിശോധിക്കുക, അവരുടെ മോട്ടോർ സ്ട്രെങ്ത് വിലയിരുത്തുക. മോട്ടോർ സ്ട്രെങ്ത് ഒക്കെ ഞാൻ അതിനൊരു എക്സാമ്പിൾ കാണിച്ചു. ഇപ്പൊ ഡോക്ടേഴ്സ് അവർ ഫ്രണ്ടിലിരിക്കുന്ന പേഷ്യൻസിന്റെ നെർവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും രോഗവുമായിട്ട് വരുമ്പോൾ അതിന്റെ കൈകളൊക്കെ ഇങ്ങനെ അവരുടെ മുകളിൽ എവിടെയെങ്കിലും ചേർത്ത് വെച്ചിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന സമയത്ത്, പുഷ് ചെയ്യുന്ന സമയത്ത് ആ മസിൽസിലും ജോയിന്റ്സിലും ഉണ്ടാകുന്ന മൂവ്മെന്റുകൾ എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് ഇപ്പൊ നെർവ് സിസ്റ്റത്തെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ മൂവ്മെന്റുകളിലൂടെ എന്തെങ്കിലും അണ്ടർസ്റ്റാൻഡ്
അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അതിലാണ് എന്നിട്ടാണ് അവർക്ക് എന്താണ് രോഗമെന്ന് കണ്ടെത്തുന്നതും അതിനുവേണ്ടിയുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ പറഞ്ഞു ന്യൂറോളജിസ്റ്റുകൾ particularly they do not perform any surgery. ന്യൂറോളജി സംബന്ധമായ സർജറീസ് നടത്തുന്നത് ന്യൂറോളജിസ്റ്റുകളല്ല. ഇൻസ്റ്റെഡ് ആരാണ്? ന്യൂറോ സർജൻ ആണ് എന്റെ ഉള്ള പേഷ്യൻസിന് റിക്വയർ സം സർജറീസ് പെർഫോം ചെയ്യുന്നത് ന്യൂറോ സർജൻ ആയിരിക്കും. ഓക്കെ, ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ ആണല്ലോ, അടുത്തേക്ക് പോവുകയാണേ. കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കാണുന്നേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ കഴിഞ്ഞ ദിവസം എവിടെ നിർത്തി എന്നൊന്ന് റീകോൾ ചെയ്ത് അവിടെ വരെ ഒന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അല്ലാതെ ഞാൻ വന്നിട്ട് കഴിഞ്ഞ ദിവസം എവിടെ നിർത്തിയെന്നും പറയുന്നില്ല. വേഗം വന്നിട്ട് എനിക്കറിയാം എവിടെ ഞാൻ നിർത്തിയെന്ന്. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം പറയുന്നത് എടുത്തുകൊണ്ട് പോകുന്നതിൽ ഒരർത്ഥമില്ല. കാരണം ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് അതൊന്ന് റീകോൾ ചെയ്ത് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് കുറച്ചുകൂടി നേരത്തെ ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് നോക്കാം. യെസ്, ഇനി അടുത്തത് എന്താ? ദാറ്റ് മീൻസ് നടത്താം നമ്മൾ നടത്തിയൊക്കെ നോക്കുന്നത്. നമ്മുടെ പേഷ്യന്റ് വന്നിരിക്കുന്ന പേഷ്യൻസിന്റെ ന്യൂറോളജിസ്റ്റിനെ വന്ന് കാണുന്ന സമയത്ത്, കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് അവർ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു നോക്കും, നടത്തി നോക്കും. അപ്പൊ ഈ നടക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സിന് ആ രീതിയിലാണല്ലോ അവരുടെ വീക്ഷണം, അല്ലെ? അപ്പൊ അതുകൊണ്ടത്തേക്ക് അണ്ടർസ്റ്റാൻഡ് അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആ ന്യൂറോ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ആണെങ്കിൽ ഇറ്റ് വിൽ ബി എന്താ പറയാ എക്സ്പ്രസ്ഡ് ഇൻ ആ നടത്തത്തിലൊക്കെ അവർക്കത് എന്താ പറയാ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതനുസരിച്ച് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നെഫ്രോളജി അടുത്ത ഡിപ്പാർട്ട്മെന്റ് നെഫ്രോളജി ആണ്. നെഫ്രോളജി ഫോക്കസ് ഓൺ ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസസ് വിച്ച് അഫക്ട് അവർ കിഡ്നി, അല്ലെ? കിഡ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, കിഡ്നി അഫക്ട് ചെയ്യുന്ന രോഗങ്ങൾ കണ്ടെത്തുക, അതിനുവേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക. ആൻഡ് ഓൾസോ ഇറ്റ് ഇൻക്ലൂഡ്സ് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് ആൻഡ് ഹൈപ്പർ ടെൻഷൻ, അല്ലെ? ഹൈപ്പർ ടെൻഷൻ, അതുപോലെ എന്താ പറയാ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ്, ഇതുപോലെയുള്ള ചില കാര്യങ്ങൾക്കുള്ള അതിനെയൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് എന്താ പറയാ ട്രീറ്റ്മെന്റ് കൊടുക്കുക, കിഡ്നിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് നെഫ്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്രത്യേകത. എന്താ? ഹൈപ്പർ ടെൻഷൻ HT എന്നൊക്കെ നമുക്ക് ഹൈപ്പർ ടെൻഷനെ നമുക്ക് അബ്രീവിയേറ്റ് ചെയ്യാം. അതെന്ന് പറയുന്നത് ഹൈ ബ്ലഡ് പ്രഷർ ആണ്, അല്ലെ? ബിപിയുടെ അളവ് ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു ഏജ് ഗ്രൂപ്പ് അനുസരിച്ചിട്ട് മാറുന്നുണ്ടോ ഇത്? ബിപിയുടെ അളവ് എന്താ പറയാ ഏജ് അനുസരിച്ചിട്ടാണ്. അപ്പൊ ഏജ് അനുസരിച്ച് ഒരു സ്പെസിഫൈഡ് റേറ്റ് ഉണ്ട്, അതിനേക്കാൾ കൂടുതലാകുക എന്നുള്ളതാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് ഈ പറയുന്ന നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന മറ്റൊരു ട്രീറ്റ്മെന്റ് ആണ് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അതിനുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക. എന്താണ് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത്? അതായത് ഇഫ് യു ഹാവ് നോട്ട് മച്ച് ഓർ ഇനഫ് ഓർ ടു ഹൈ ഓഫ് മിനറൽസ്, നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ എല്ലാത്തിനും ഒരു മോഡറേറ്റ്, ഒരു മീഡിയം ആവറേജ് അളവുണ്ട്, അല്ലെ? വൈറ്റമിൻസ് ഇത്ര വേണം, പ്രോട്ടീൻസ് ഇത്ര വേണം, അല്ലെ? മിനറൽസ് ഇത്ര വേണം, കാൽഷ്യം ഇത്ര വേണം, ബ്ലഡിൽ ഷുഗർ ഇത്ര വേണം. ഓക്കെ, എല്ലാത്തിന്റെയും കണ്ടന്റ് ഒരു പരിധി വരെ ഒരു ആവറേജ് ലെവലിലാണ് എല്ലാത്തിന്റെയും അളവ് വേണ്ടത്. ഇഫ് ഇറ്റ് ഗോസ് ബിയോണ്ട് ഓർ ഇഫ് ഇറ്റ് ഇസ് നോട്ട് സഫീഷ്യന്റ് ഓർ ഇനാഡക്വേറ്റ് എന്ന് പറയും, ആവശ്യത്തിനില്ലാതെ വന്നാലും കൂടുതലായിട്ടുള്ള അളവിൽ വന്നാലും ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഡിസീസ്, അല്ലെ? തീർച്ചയായിട്ടും അത് പല രീതിയിലുള്ള രോഗങ്ങളാണ്. ഇപ്പൊ ബ്ലഡിൽ ഇത്ര കൗണ്ട് ഉണ്ട്, ആ കൗണ്ടിന് കൂടുതലാകുക കുറവാകുക, അല്ലെ? അതുപോലെ തന്നെ നമ്മൾ ഹോർമോൺ എന്താ പറയാ തൈറോയിഡിന്റെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ തന്നെ അത് ഒരു ആവറേജ് ലെവലുണ്ട്. അതിനേക്കാൾ കൂടുതലായാലും പ്രശ്നം, കുറവായാലും പ്രശ്നം, അല്ലെ? ഹൈപ്പർ തൈറോയിഡും ഹൈപ്പോ തൈറോയിഡും വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുകയും ചെയ്യും കുറയുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നത്. അത് ചിലരുടെ ശരീരത്തിൽ കൂടുതൽ തൈറോയിഡ് ഹോർമോണുകൾ എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ആവശ്യത്തിൽ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, പക്ഷെ അതിന്റെ ലെവൽ കൂടുന്നു. അങ്ങനെയും വരാം, അതേസമയം കുറവ് ഹൈപ്പോയും വരാം. ആവശ്യത്തിന് വേണ്ടത്ര ഹോർമോൺസ് ഇതിന് വേണ്ടിയിട്ട് തൈറോയിഡ് ഹോർമോൺസ് എന്ത് ചെയ്യുന്നില്ല, പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല തൈറോയിഡ് ഗ്ലാൻഡുകൾ, അങ്ങനെയും വരും. അപ്പൊ ഇത് രണ്ടും ആണെങ്കിലും പ്രശ്നമാണ്. അതുപോലെ തന്നെ നോക്കിയാൽ ഷുഗർ ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി നമ്മൾ കഴിക്കുന്ന ഫുഡുകളിൽ നിന്ന് കിട്ടുന്നുണ്ട്. ചില ആളുകൾ അത്തരം ഫുഡുകൾ കഴിക്കുമ്പോൾ സ്വീറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കൂടുതൽ കഴിക്കുമ്പോൾ അത് ഷുഗർ കണ്ടന്റ് കൂടുതലാകുകയും അതിന് എന്തെന്ന് വിളിക്കും നമ്മൾ ഷുഗർ ഡയബറ്റീസ് എന്ന് പറയുന്ന രീതിയിലേക്ക് പോവുകയും ചെയ്യും. അതേസമയം ആവശ്യമില്ലാതെ പോവുകയും ചെയ്യും. ചിലപ്പോൾ നമ്മൾ
ഷുഗർ ഒക്കെ വരുന്നത് പേടിച്ചിട്ട് എന്ത് ചെയ്യുന്നത് ചില ആളുകൾ ഒട്ടും തന്നെ ഷുഗർ കണ്ടന്റ് എടുക്കാത്ത അങ്ങനെയുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് ഒക്കെ അവരുടെ ഇതിലോട്ട് പോകുന്നവരുണ്ട് കൺട്രോൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെ. അപ്പൊ അങ്ങനെ ചിലർക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഷുഗറിന്റെ അളവ് കുറവും തോന്നും. ഓക്കെ, അപ്പൊ ആ രീതിയിലുള്ള മാറ്റങ്ങൾ എന്ത് വന്നാലും നമ്മുടെ ശരീരത്തിൽ അതൊരു ഡിസീസസിന്റെ രീതിയിലാണ് വരിക, പ്രകടമാകുക. സോ സച്ച് ടൈപ്പ് ഓഫ് അതുപോലെയുള്ള ഒരു കാര്യമാണ് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് ഓർ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്ന് വിളിക്കും. നമ്മൾ പഠിക്കുന്നത് ഡിഫറന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ OP ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന OP സർവീസസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ നെഫ്രോളജി എന്ന് പറയുന്ന ഇതിലേക്കാണ് എത്തിയത്. നെഫ്രോളജി എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് ആണ്. നിങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടൊക്കെ അത് കാണുന്നില്ലേ പ്രസന്റ് ചെയ്തിരിക്കുന്നത്? പേജ് നമ്പർ ഒന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. സോ അതെനിക്ക് അറിയില്ല. പേജ് നമ്പർ ഒന്ന് നിങ്ങൾ പറയാ കേട്ടാ, ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടാ. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇടയ്ക്ക് നമ്മൾ കയറിയാലുള്ള പ്രശ്നം. ലേറ്റ് ആയിട്ട് കയറിയാല് അടുത്ത ദിവസം ഞാൻ തുടക്കം തന്നെ പറഞ്ഞത് നിങ്ങൾ നോക്കി കേൾക്കണ്ട ഞാൻ എന്താ പറഞ്ഞത്. ഓക്കെ, ശിവന. യെസ്, അപ്പൊ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് അതാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഇതുപോലെ തന്നെ മിനറൽസ് അത്യാവശ്യത്തിന് വേണം. ആവശ്യത്തിന് മിനറൽസിന്റെ ക്വാണ്ടിറ്റിയും നമ്മുടെ ശരീരത്തിൽ വേണം. ഇപ്പൊ അത് കൂടുതൽ ആയിട്ട് വരിക, അല്ലെങ്കിൽ ആവശ്യത്തിനില്ലാതെ വരിക. സച്ച് ഇംബാലൻസ്, അത് ആ അത്തരം എന്താ പറയാ ഇംബാലൻസ്. ബാലൻസ്ഡ് ആകാന്ന് പറഞ്ഞാൽ എന്താ? കറക്റ്റ് ലെവലിൽ നിൽക്കുക എന്നർത്ഥം അല്ലെ. ഇംബാലൻസ്ഡ് ആകാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ബാലൻസ് തെറ്റുക എന്നർത്ഥം. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള മിനറൽസിന്റെ അളവ് കൂടി ഓർമ്മയൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന സാഹചര്യമാണ് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ്. അപ്പൊ ഇങ്ങനെ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ്, കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ഹൈപ്പർ ടെൻഷൻ എന്നിവയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നെഫ്രോളജി എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഹിയർ റിനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി, നമ്മുടെ കിഡ്നി മാറ്റിവെക്കൽ, വൃക്ക മാറ്റിവെക്കൽ തെറാപ്പീസ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഡയാലിസിസ്, ട്രാൻസ്പ്ലാന്റേഷൻ ഓൾസോ ആർ ഡൺ ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഇസ് ഡൺ ബൈ ദ നെഫ്രോളജിസ്റ്റ്. നെഫ്രോളജിസ്റ്റുകളാണ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ പറയുന്ന ട്രാൻസ്പ്ലാന്റേഷൻസും ഡയാലിസിസും ഒക്കെ കിഡ്നി റീപ്ലേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നെഫ്രോളജിസ്റ്റുകളാണ്. അപ്പൊ നെഫ്രോളജി എന്നുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. കിഡ്നി മാത്രമല്ല, വിച്ച് ഇൻക്ലൂഡ്സ് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ്, ഹൈപ്പർ ടെൻഷൻ പോലെയുള്ള കാര്യങ്ങൾ, പിന്നെ റിനൽ റീപ്ലേസ്മെന്റ് തെറാപ്പീസ്, ഡയാലിസിസ് ആൻഡ് ഓൾസോ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ നടത്തുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? നോട്ട് ലാസ്റ്റ് തരാം. ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്താണെന്നും ഹൈപ്പർ ടെൻഷൻ എന്താണെന്നൊക്കെ ലാസ്റ്റ് തരാം. നോട്ട് മതിയില്ലേ? ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് പോവാണ്. ഓക്കെ, യെസ്. അടുത്തത് ന്യൂക്ലിയർ മെഡിസിൻ ആണ്. ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് ഇമേജിങ്. ഇമേജിങ് എന്ന് പറയുന്ന, ഇമേജിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ശരീരത്തിനകത്ത് ഒരുപാട് ഇന്റേണൽ ആയിട്ടുള്ള ഓർഗൻസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ശരീരത്തിന് പുറത്തുള്ള ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് ഏതെങ്കിലും ഡിസീസസ് ഉണ്ടാകും അല്ലെ, നമുക്ക് അത് കാണാം. ഇപ്പൊ സ്കിന്നിന്റെ പുറത്തുണ്ടാകുന്ന രോഗങ്ങള് അല്ലെങ്കിൽ മറ്റേ വിസിബിൾ ആയിട്ടുള്ള പാർട്സിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമുക്ക് ശരീരത്തിന്റെ ഇന്റേണൽ ഭാഗത്ത്, മീൻസ് മെയിൻലി ആണ് ഭാഗം ഫോർ ഹാർട്ട് അല്ലെ, ഹൃദയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ അബ്ഡോമൻ, സ്റ്റമക്കിന്റെ അകത്തുള്ള കുറെ എന്താ പറയാ ഓർഗൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളില് ഇപ്പൊ ഇന്റേണൽ ഓർഗൻസിലൊക്കെ ഇന്ന് ഒരുപാട് വിവിധ ഓർഗൻസിലും വിവിധ രീതിയിലുള്ള എന്താ പറയാ ക്യാൻസേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഹാർട്ട് പ്രോബ്ലംസ്, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഇന്ന് ഏറ്റവും കൂടുതൽ ഉള്ള ചില കോമൺ ആയിട്ടുള്ള ചില അസുഖങ്ങളാണ് ഇത് രണ്ടും, ക്യാൻസറും അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസസും ഒക്കെ. പിന്നെ മാത്രമല്ല സ്റ്റൊമക് റിലേറ്റഡ്, അതായത് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ, അതുപോലെ തന്നെ എൻഡോക്രൈൻ സിസ്റ്റം, ഇതിനൊക്കെ ബാധിക്കുന്ന ഇന്റേണൽ ഓർഗൻസ് ആണ് ഇതൊക്കെ. ഇതിനകത്തൊക്കെ ഉണ്ടാകുന്ന ചില രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഹൗ ക്യാൻ വി ഡിറ്റക്ട് ദാറ്റ് പർട്ടിക്കുലർ ഡിസീസ്? നമുക്ക് ഏത് ഭാഗത്താണ് രോഗം എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കാം? അപ്പൊ അതിന് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഇമേജ് ഇന്ന് ഒരുപാട് മൊഡാലിറ്റീസ്, അതായത് കൂടുതൽ ന്യൂ ടെക്നോളജീസ് അതിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ടു ഡിറ്റക്ട് എനി ഡിസീസ് വിച്ച് കോസ് അവർ ഇന്റേണൽ ഓർഗൻസ്. നമ്മുടെ ശരീരത്തിനകത്തുള്ള ഈ പറയുന്ന അവയവങ്ങൾക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഇന്ന് ഒരുപാട് ന്യൂ മൊഡാലിറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് നമ്മുടെ ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൻ ഇമേജിംഗ് ടെക്നിക്, ഒരു ഇമേജിംഗ് ടെക്നിക്കാണ്. ഇമേജിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോട്ടോ എടുക്കുക എന്നർത്ഥം അല്ലെ. അപ്പൊ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളിൽ ഫോട്ടോ എടുക്കുന്നത് എങ്ങനെയായിരിക്കണം? അപ്പൊ സോ അതിനു വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്തിരിക്കുന്ന ക്യാമറാസ് ഫിക്സ് ചെയ്തിട്ടുള്ള മെഷീൻസ്, ടെക്നിക്സ് ഒക്കെ ഇന്ന് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് എല്ലാ പുതിയ ഹോസ്പിറ്റൽസിലൊക്കെ, പുതിയത് മാത്രമല്ല പഴയതാണെങ്കിൽ കൂടി അവർ പുതിയ ഇത്തരം ഇന്നോവേഷൻസ് ഒക്കെ അവരവരുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നുണ്ട്. ബിക്കോസ് ഹോസ്പിറ്റൽസ് അങ്ങനെ ബിസിനസ് പോലെ വളരണമെങ്കിൽ ന്യൂ ടെക്നോളജീസ് കത്തി അഡോപ്റ്റ് ചെയ്ത് അല്ലെ. പുതിയ ടെക്നോളജീസ് ഹോസ്പിറ്റൽസിൽ അഡോപ്റ്റ് ചെയ്താൽ മാത്രമാണ്. കാരണം ആളുകൾ ഇന്ന് അത്തരം ഫെസിലിറ്റീസ് കൂടിയൊക്കെ
ഉണ്ടോ എന്നറിഞ്ഞിട്ട് കൂടിയാണ് ഇന്ന് ആളുകൾ ഡോക്ടറിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഹോസ്പിറ്റലിൽ നമ്മൾ പോകുന്നത്. പണ്ടൊക്കെ നമുക്ക് എന്തെങ്കിലും അസുഖം ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയാൽ മതി. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നമ്മൾ ഇന്ന കാര്യങ്ങൾക്ക് ഫെസിലിറ്റീസ് ഉണ്ടോ എന്നുകൂടി നോക്കിയിട്ടാണല്ലേ പല അസുഖങ്ങൾക്ക് നിന്ന് ഡോക്ടേഴ്സിനെ കൊണ്ടുപോയി കാണിക്കുക. സാധാരണ ഉണ്ടാകുന്ന പറ്റി ചുമ അതിന്റെ കാര്യമല്ല ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ നമ്മുടെ ഇന്റേണൽ ഇതുപോലുള്ള ഓർഗൻസിൽ ഉണ്ടാകുന്ന ഇത്തരം അസുഖങ്ങൾ, ഇന്നത്തെ ഈ അസുഖമൊന്നും വലിയ കാര്യമായിട്ട് നമുക്ക് എന്താ പറയാ പേടിക്കാൻ ഇല്ല എന്നല്ല പറയട്ടെ, ഇത് കോമൺ അസുഖമായി മാറി. കാരണം ഇതൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നൊക്കെ നമുക്ക് പല രീതിയിലും അല്ലെങ്കിൽ അതൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലൊക്കെ വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരം അസുഖങ്ങളൊക്കെ ഇത് പെരുകാനുള്ള കാരണം. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് വാട്ടെവർ അബ്നോർമാലിറ്റീസ് ഇൻസൈഡ് അവർ ബോഡി, നമ്മുടെ ശരീരത്തിന് അകത്തുണ്ടാകുന്ന എല്ലാ അബ്നോർമാലിറ്റീസും കണ്ടെത്താനും ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇമേജിംഗ് മെഡിസിൻ ആണ് ഏത് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ദിസ് ന്യൂക്ലിയർ മെഡിസിൻ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറയാം അല്ലെ, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോടോപ്പുകളാണ് ഇതിന് വേണ്ടിയിട്ട് റേസ് ആയിട്ട് നമ്മുടെ ശരീരത്തിനകത്തോട്ടേക്ക് കടത്തിക്കിട്ടിട്ട് ആ റേസ് അത് പോകുന്ന വഴി കൂടിയൊക്കെ ആ റേസ് ഒരു രശ്മിയാണ് അല്ലെ, ആ റേ അവിടെ പോകുന്ന സമയത്ത് അത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ അവയവങ്ങളൊക്കെ ഉള്ളിൽ കൂടിയൊക്കെ കാണാൻ വിസിബിൾ ആകുകയും അത് നമ്മുടെ എന്താ പറയാ കമ്പ്യൂട്ടേഴ്സിലെ മോണിറ്റേഴ്സിലൊക്കെ ഡിസ്പ്ലേ ചെയ്ത് എവിടെയാണ് അസുഖം എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഡിസൈൻ ക്യാമറാസ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും ഈ ഡയഗ്നോസിസ് എക്യുപ്മെന്റിനകത്ത്. അപ്പൊ അതുകൊണ്ട് അതവർക്ക് അവിടെ കമ്പ്യൂട്ടറിൽ അത് വിസിബിൾ ആകുന്ന രീതിയിൽ അത് എവിടെയാണ്, ഇപ്പൊ ഹാർട്ടിനകത്താണെങ്കിൽ ഏത് ഭാഗത്തായിട്ടാണ് ഇതിന്റെ അസുഖമുള്ളത്, അല്ലെങ്കിൽ വയറിനകത്താണെങ്കിൽ എന്താ പ്രശ്നം, എവിടെയെങ്കിലും എന്തെങ്കിലും ഉടകളോ മറ്റു കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതൊക്കെ ഇമേജിംഗ് ടെസ്റ്റിലൂടെയാണ് നടക്കുക. അതിന് വേണ്ടിയിട്ട് ഇത്തരം ഹൈ എന്താ പറയാ ആക്സിലറേറ്റഡ് ആയിട്ടുള്ള റേഡിയോ ഐസോടോപ്സ് ആണ് ഈസ് യൂസ്ഡ്. അങ്ങനെ എന്താ പറയാ ഉപയോഗിക്കുന്ന പല ഡിസീസസ് കണ്ടെത്താൻ വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ ന്യൂക്ലിയർ മെഡിസിൻ ഉപയോഗിച്ചിട്ട് ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡ് ക്യാൻസേഴ്സ്, ലിംഫോമാസ്, അതുപോലെ തന്നെ ബോൺ പെയിൻ ആൻഡ് ഓൾസോ മെനി ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ്, ഇതെല്ലാം തന്നെ കണ്ടെത്തുന്നത് ഈ ഒരു രീതിയിലാണ്, ന്യൂക്ലിയർ മെഡിസിൻ രീതിയിൽ തന്നെയാണ്. ഓക്കെ, ഇനി എന്താ പറയാ ലിംഫോമാസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. എന്താ ലിംഫോമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഏകദേശം കേട്ടിട്ടുണ്ടാവും എല്ലാവരും. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ബ്ലഡ് ക്യാൻസർ അല്ലെ. നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസിന് WBC അതിനെ ബാധിക്കുന്ന ഒരു തരം ക്യാൻസർ ആണ്. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങൾ, പിന്നെ ബോൺ പെയിൻ, സ്ഥിരമായിട്ട് ഈ അസ്ഥിക്കൊക്കെ ഭയങ്കര വേദനയൊക്കെ അനുഭവപ്പെടുന്നത്, അപ്പൊ എന്തുകൊണ്ടാണെന്നൊക്കെ കണ്ടുപിടിക്കാൻ നിങ്ങൾ വെറുതെ മോളിക്കൂടി നോക്കിയാൽ മനസ്സിലാവില്ല. അപ്പൊ അത് ഇമേജിംഗ് ടെസ്റ്റിലൂടെയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾക്ക് ഇന്റേണൽ ഓർഗൻസിൽ ഉണ്ടാകുന്ന അബ്നോർമാലിറ്റീസ് കണ്ടെത്താനുള്ള രീതി അതിനുപയോഗിക്കുന്നത് ഇമേജിംഗ് ടെസ്റ്റിലാണ്. അതിനുപയോഗിക്കുന്നത് ന്യൂക്ലിയർ മെഡിസിൻ ആണ്. റേഡിയോ ഐസോടോപ്സ് ഓർ റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് ആണ് അതിന് വേണ്ടി ഉപയോഗിക്കുക. ആൻഡ് ദേ ഹാവ് സം ഡോക്ടേഴ്സ് ഹു ഹാൻഡിൽ സം സ്പെഷ്യലി ഡിസൈൻഡ് ക്യാമറാസ്. ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർമാര് അവർക്ക് പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ള എന്താ പറയാ ക്യാമറാസ് അതിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. സോ ദേ ക്യാൻ ട്രാക്ക് ഔട്ട് ദ ഡിസീസസ്. ഈ പറയുന്ന ഈ റേ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആ റേ ആണ് എവിടെയാണ് അസുഖം ഇങ്ങനെ ട്രേസ് ചെയ്യുക. അപ്പൊ അത് ട്രേസ് ചെയ്ത് കണ്ടെത്താനൊക്കെ ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ പറയുന്ന സാധനം തന്നെയാണ്. ഇതിന് മാത്രമല്ല ഇന്ന് ഏറ്റവും കൂടുതൽ അതൊക്കെ കൊടുക്കുന്നത് ഇൻട്രാവെനസ് കൊടുക്കുന്നുണ്ട്. IV കാൻഡിലയുടെ ഇതൊക്കെ വെച്ചിട്ടൊക്കെ ഒക്കെ ഈ പറയുന്ന ഇമേജിംഗ് ടെസ്റ്റുകളൊക്കെ നടത്തുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൊഡാലിറ്റീസിൽ ഏറ്റവും കൂടുതൽ എന്താ പറയാ കൊണ്ടുവന്നിരിക്കുന്ന 2 ടെക്നിക്കുകളാണ് സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫിയും അതുപോലെ തന്നെ പൊസിട്രോൺ എമിഷൻ ടോമോഗ്രഫിയും. സ്പെക്ട് ആൻഡ് പെറ്റ് എന്ന് നമുക്ക് അതിനെ ഷോർട്ട് ഫോമിൽ പറയാം. ദീസ് ആർ ദ 2 കോമൺ മൊഡാലിറ്റീസ് ഓഫ് ന്യൂക്ലിയർ മെഡിസിൻ. ഏറ്റവും പൊതുവായിട്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പുതിയ ഒരു ടെക്നോളജി, ഇമേജിംഗ് ടെക്നോളജിയാണ് സ്പെക്റ്റും പെറ്റും. എന്താ സ്പെക്ട്? സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർഡ് ടോമോഗ്രഫിയും ആൻഡ് പൊസിട്രോൺ എമിഷൻ ടോമോഗ്രഫിയും. സ്പെക്ട് പെറ്റ് ഇതിന്റെ രണ്ടിന്റെയും എന്താ പറയാ അബ്രിവിയേഷൻ ഫോമും അതുപോലെ എക്സ്പാൻഡഡ് ഫോമും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് അറിഞ്ഞിരിക്കണം നമ്മൾ. സ്പെക്ട് എന്ന് പറയുന്നത് സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർഡ് ടോമോഗ്രഫി ആൻഡ് പൊസിട്രോൺ എമിഷൻ ടോമോഗ്രഫി ആണ് സ്പെക്ട് എന്ന് പറയുന്നത്. അത് രണ്ടും 2 കോമൺ മൊഡാലിറ്റീസ് ആണ് ന്യൂക്ലിയർ മെഡിസിൻസിലെ. മനസ്സിലായോ? ക്ലിയർ ആയോ ഈ ഒരു ഭാഗം? ന്യൂക്ലിയർ മെഡിസിൻ ഒന്ന് വേഗം വായിച്ചു നോക്കിയാൽ, കുറച്ച് വലുതായതുകൊണ്ട് ഒന്ന് ജസ്റ്റ് വേഗം ഒന്ന് വായിച്ചു നോക്കാം. പറഞ്ഞതൊക്കെ അവിടെ ഉണ്ടോ എന്നൊന്ന് നോക്കാം. കേട്ട കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടോ എന്നൊന്ന് വേഗം വായിച്ചു നോക്കാം. സ്ക്രീനിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന നോട്ട് കാണുന്നില്ലേ എല്ലാവർക്കും? കാണുന്നുണ്ടോ? യെസ്.
ആ സ്പെക്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. Single photon emission tomography or SPECT and positron emission tomography or PET. The scans are the two common modalities in nuclear medicine. Our sentence on underline it. വായിച്ചു കഴിഞ്ഞോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട് ഇല്ലല്ലോ? അടുത്തത് പറഞ്ഞോട്ടെ. യെസ്, അതൊക്കെ ഞാൻ മറ്റേത് പറഞ്ഞുതരാം. ലിംഫോമാസും പിന്നെ ഹൈപ്പർ ടെൻഷനോ അങ്ങനെ എന്തുകൊണ്ടുണ്ടായിരുന്നല്ലോ അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് ഞാൻ പറയുമ്പോൾ നോട്ട് ചെയ്താൽ മതി. ഇപ്പൊ തൽക്കാലം കേട്ടോണ്ടിരിക്കുക. നമ്മൾ നോട്ട് ചെയ്താൽ ഡെയിലി പോയാലില്ലേ സമയം ഒത്തിരി പോകും. അതുകൊണ്ട് അപ്പൊ ഞാൻ കറക്റ്റ് ടൈമിൽ ആക്ടിവേറ്റ് ചെയ്ത് ഞാൻ ലാസ്റ്റ് ബുക്ക് ചെയ്തോളാം നോട്ടായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഏതാന്ന് നോക്കിയേ. അടുത്തത് ഓങ്കോളജിയാണ്. ഇതൊരു നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, തൊട്ട് മുകളിൽ നമ്മൾ പറഞ്ഞതല്ല, ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്ന പല രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. മറ്റൊന്ന് ഈ പറയുന്ന പോലെ ഇത്തിരി സീരിയസ് ഡേഞ്ചറസ് ആയിട്ടുള്ള ചില രോഗങ്ങളിൽ പെട്ടതാണെന്ന് ക്യാൻസറും ഈ പറയുന്ന പോലെ ഹാർട്ട് ഡിസീസസും. ഓങ്കോളജി is the department which treats all kinds of cancers and also it provides chemotherapy, treatment, radiotherapy for cancerous tumors and blood disorders. നമ്മുടെ ബ്ലഡ് സംബന്ധമായിട്ടുള്ള ഡിസോർഡേഴ്സ്, ട്യൂമറസ് ആയിട്ടുള്ള ക്യാൻസറസ് ആയിട്ടുള്ള ട്യൂമേഴ്സ് അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കീമോതെറാപ്പി, റേഡിയോതെറാപ്പി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള ക്യാൻസേഴ്സിനെയും ട്രീറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഓങ്കോളജി എന്ന് പറയുന്നത്. ഏത് ടൈപ്പ് ഓഫ് ക്യാൻസറും ആൻഡ് ദിസ് ഓൾസോ ഇത് നമുക്കറിയാം. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്താ പറയാ, നമ്മൾ ഓടി അങ്ങോട്ട് ഏതെങ്കിലും പർട്ടിക്കുലർ ഭാഗത്ത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള വേദന അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയൊരു അബ്നോർമൽ ആയിട്ടുള്ള തടിപ്പോ അല്ലെങ്കിൽ ഒരു മുഴയൊക്കെ നമ്മൾ കാണുമ്പോൾ ഓടിയോ നമ്മൾ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നില്ല. So in this department, patients will be referred from some other departments. Referrals ആയിട്ടാവില്ല. കാരണം വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് റെഫർ ചെയ്തിട്ട് നമ്മളെ അയക്കുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ എവിടെ സ്ഥിരമായിട്ട് തലവേദന ചിലർക്ക്, അപ്പൊ ചില തലവേദനകള് മേ ബി ദ സിംപ്റ്റംസ് ഓഫ് സം അതർ ഡിസീസസ് അല്ലെ, അങ്ങനെയല്ലേ വരിക. ഇങ്ങനെ നിരന്തരം തലവേദന, എല്ലാ തലവേദന അങ്ങനെയാണെന്നല്ല കേട്ടോ പറഞ്ഞത്. ചില കാര്യങ്ങൾ സിംറ്റംസ് ആയിട്ടേ കാണുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ തലവേദന ആകുമ്പോൾ ഏതെങ്കിലും ഒരു ഫിസിഷ്യനെ കാണും, അല്ലെങ്കിൽ കാണും. അറ്റ്ലീസ്റ്റ് പോയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കണ്ണിന്റെ ഒക്കെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്ന വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓഫ്താൽമോളജിയിൽ പോയി കാണും. ഓക്കെ, ഇങ്ങനെയൊക്കെ പോയി കാണും. കുറച്ച് തവണയൊക്കെ ചിലപ്പോൾ രണ്ട് പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ നമുക്ക് മരുന്നൊക്കെ തന്ന് ട്രീറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇഫ് ഇറ്റ് ഈസ് നോട്ട് റെഡ്യൂസ് ചെയ്യും, അതിന്റേതായ ലക്ഷണങ്ങളും മറ്റു കാര്യങ്ങളൊന്നും കുറയുന്നില്ല എങ്കിൽ അങ്ങനെയൊക്കെ എന്ത് ചെയ്യും? ഡോക്ടേഴ്സ് വേണമെങ്കിൽ ഇങ്ങനെ റെഫർ ചെയ്യും അല്ലെ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിലേക്ക്. അപ്പൊ ഈ ഓങ്കോളജിയിലും ഇതുപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് റെഫറൻസ് ആയിട്ട് വരുന്ന പേഷ്യൻസ് ആയിരിക്കും. അല്ലാതെ പേഷ്യൻസ് കനോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദർ പ്രോബ്ലം. നമുക്ക് സ്വന്തമായിട്ട് അറിയാൻ പറ്റില്ല ഇന്നതാണോ ഈ പ്രശ്നം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളെല്ലാവരും ഡോക്ടർമാരായി പോയത് അല്ലെ. അപ്പൊ അത് കണ്ടെത്താൻ പറ്റാതെ വരുമ്പോൾ പല ഡോക്ടേഴ്സും അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റെഫർ ചെയ്ത് വിടുന്ന ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് ഓങ്കോളജി. ബോത്ത് ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് രീതിയിലും ഇവിടെയും എന്താ പറയാ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡോക്ടേഴ്സ് ഓൾസോ ക്യാരി ഔട്ട് സർജറീസ്, അതായത് ഈ ട്യൂമേഴ്സ് ഒക്കെ റിമൂവ് ചെയ്യുന്ന സർജറീസ് ഇവിടെ ചെയ്യുന്നുണ്ട് അല്ലെ. ട്യൂമർ എന്ന് പറഞ്ഞാൽ എന്താ? ട്യൂമേഴ്സ് പറഞ്ഞ ക്യാൻസർ അല്ല, ട്യൂമേഴ്സ് മീൻസ് മുഴകൾ എന്നാണ് അർത്ഥം അല്ലെ. ക്യാൻസറസ് ആയിട്ടുള്ള ട്യൂമേഴ്സും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. ഒരു ഹാർംഫുൾ അല്ലാത്ത രീതിയിലുള്ള ട്യൂമേഴ്സ് ഉണ്ട് നമ്മുടെ ശരീരത്തിലേക്ക്. ഒരു യാതൊരു തരത്തിലുള്ള ഉപദ്രവമില്ല, എന്നാലും ഇതൊരു വളർച്ചയായിട്ടൊക്കെ അവരുടെയൊക്കെ ചിലർക്ക് വരുന്നുണ്ട്. പക്ഷെ അത്ര വലിയ ഹാർംഫുൾ ആയിട്ടുള്ളതല്ല. അപ്പൊ ഹാർംഫുൾ ആണോ ഓർ നോട്ട്, വെദർ ഇറ്റ് ഈസ് ഹാർംഫുൾ ഓർ നോട്ട്, ഇറ്റ് ഷുഡ് ബി ഐഡന്റിഫൈഡ്. അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റിംഗ് മറ്റു കാര്യങ്ങളൊക്കെ നടക്കണം. അങ്ങനെ നടക്കുന്ന ഒരു ടെസ്റ്റിംഗ് ആണ് നമ്മുടെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിൽ, വിച്ച് ഈസ് നോൺ ആസ് ബയോപ്സി എന്ന് പറയുന്ന ഒരു ടെസ്റ്റിംഗ് ആണ് നടക്കുക. അപ്പൊ ഇതുപോലുള്ള മുഴകളൊക്കെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിലോ ഉണ്ടെങ്കിലും ഡോക്ടേഴ്സ് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അവരത് എടുക്കുന്നു, അതോടൊപ്പം റിസെക്ട് ചെയ്ത്
എലിമിനേറ്റ് മീൻസ് റിമൂവ് ചെയ്തിട്ട് അത് ബയോപ്സിക്കൊക്കെ അയച്ച് എന്നിട്ടാണ് ഇത് എന്ത് ചെയ്യാൻ കൺഫേം ചെയ്യുക ഇത് വെദർ ഇറ്റ് ഈസ് ഹാർംഫുൾ ഓർ നോട്ട്, ഇത് ഉപദ്രവകാരിയായിട്ടുള്ള ട്യൂമർ ആണോ അല്ല എന്നുള്ളതൊക്കെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ബയോപ്സിക്ക് അയക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾ ട്യൂമേഴ്സ്, എല്ലാ ട്യൂമേഴ്സും ആർ നോട്ട് ഹാർംഫുൾ അല്ലെ, എല്ലാം തന്നെ എല്ലാ മുഴകളും ഹാർംഫുൾ ആകുന്നുള്ളതുകൊണ്ട് വെറുതെ ഒരു അബ്നോർമൽ ഗ്രോത്ത് പോലെ വരുന്നതും ഉണ്ട്, എന്നാൽ അത് ഹാർംഫുൾ ആയിട്ടുള്ളതും ഉണ്ട്. സോ ഇത് മനസ്സിലാകുന്നത് ബയോപ്സി എന്ന് പറയുന്ന ടെസ്റ്റിലൂടെയാണ്. സോ മനസ്സിലായല്ലോ എന്താണ് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ്, ഫെമിലിയർ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ക്യാൻസർ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാൻസർ ആൻഡ് ഓൾസോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്ലഡ് ഡിസോർഡേഴ്സ്, ട്രീറ്റ്മെന്റ് ഫോർ കീമോതെറാപ്പി, റേഡിയോതെറാപ്പി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ്. ആൻഡ് റെഫറൻസ് ഫ്രം അതർ ഡിപ്പാർട്ട്മെന്റ്സിലായിരിക്കും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പേഷ്യൻസ് വരുന്നത്. ഓക്കെ, അത്രയൊക്കെയാണ് അവിടെ ആ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, and the oncology department have major 3 areas. പ്രധാനമായിട്ട് 3 ഏരിയാസ് കവർ ചെയ്യുന്നുണ്ട് നമ്മുടെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ the type of treatment provided in oncology, ഏത് രീതിയിലാണ് ആ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിൽ ചികിത്സ നടക്കുന്നത് ആ രീതിക്ക് അനുസരിച്ച് അതിനനുസൃതമായിട്ട് ഇതിനെ 3 ഏരിയ ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ആ 3 ഏരിയ ആണ്. ഒന്ന് മെഡിക്കൽ ഓങ്കോളജി, 2 സർജിക്കൽ ഓങ്കോളജി ആൻഡ് 3 റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറഞ്ഞു. ഇങ്ങനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്തിനാ അങ്ങനെ 3 ക്ലാസിഫിക്കേഷൻ? എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ 3 ആയിട്ട് ഈ 3 ഏരിയാസ് എന്ന് വെച്ചാൽ ദ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ്, ഏത് രീതിയിലാണ് ആ ക്യാൻസറിനെ അവര് എന്ത് ചെയ്യുന്നത് ട്രീറ്റ് ചെയ്യുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് 3 ആയിട്ട് എന്താ പറയാ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ബിക്കോസ് നമുക്കറിയാം ഈ ക്യാൻസർ എന്ന് പറയുന്നത് സ്റ്റേജ് ബൈ സ്റ്റേജ് അങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രോഗ്രസ് വരാം. അപ്പൊ ഒരു ക്യാൻസറിന്റെ തുടക്ക കാലഘട്ടങ്ങളിൽ തന്നെ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചാൽ ഇറ്റ് ക്യാൻ ബി ക്യൂർഡ് ആസ് സൂൺ ആസ് പോസിബിൾ അല്ലെ, അത് നമുക്ക് എത്രയും പെട്ടെന്ന് മാറ്റിയെടുക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് ഒരുപാട് ഇന്ന് പല സ്ഥലങ്ങളും പല ക്യാമ്പുകളൊക്കെ സ്ത്രീകൾക്ക് വിമന് വേണ്ടി മാത്രമായിട്ട് പല രീതിയിലുള്ള ഇതുപോലുള്ള ക്യാൻസേഴ്സ് ഒക്കെ കൂടുതലും ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ഒക്കെ വരുന്നതൊക്കെ സ്ത്രീകൾക്ക് കൂടുതൽ വരുമ്പോ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കുറെ ക്യാമ്പുകൾ പോലെയൊക്കെ നടത്തുന്നുണ്ട്. സോ ഫ്രീ ആയിട്ട് നമുക്ക് അതായത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വി ക്യാൻ ഐഡന്റിഫൈ വെദർ വി ഹാവ് സച്ച് എ ക്യാൻസർ, അങ്ങനെയുള്ള എന്തെങ്കിലും ട്യൂമേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ക്യാൻസേഴ്സ് ആയിട്ടോ ഒക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വൺസ് ഇയർ ഒക്കെ ചില ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ നടത്താറുണ്ട് ക്യാമ്പുകൾ. എന്താ അതിന്റെ ഉദ്ദേശം? അപ്പൊ ആസ് സൂൺ ആസ് പോസിബിൾ അല്ലെങ്കിൽ ആസ് ഏർലി ആസ് പോസിബിൾ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ചില രോഗങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അത് നേരത്തെ കൂട്ടി ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കിയാൽ അതിന് ട്രീറ്റ്മെന്റ് കൊടുത്താൽ അത് നമുക്ക് അധികം താമസിയാതെ കൂടുതൽ വശങ്ങളാകുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രീറ്റ്മെന്റ് കിട്ടി നമ്മുടെ ആ ഒരു രോഗം നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും അല്ലെ. അതേസമയം ഇതങ്ങോട്ട് കുറച്ച് കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ കണ്ടെത്താൻ വൈകും തോന്നും അതിന്റെ സീരിയസ് ആയിട്ടുള്ള ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. ആൻഡ് ഇറ്റ് വിൽ റീച്ച് അപ് ടു ദ ടോപ്പ്, അല്ലെങ്കിൽ അതിന്റെ അറ്റത്തെത്തി കഴിഞ്ഞാൽ ഇറ്റ് കനോട്ട് ബി ക്യൂർഡ്. നമുക്ക് അതിൽ നിന്ന് പിന്നീട് അതിനെ മോചിപ്പിച്ചെടുക്കാൻ നമുക്ക് അതിന് മോചിച്ച് പോരാൻ പറ്റില്ല. അതിന്റെ അറ്റത്തെ ഒരു പൊസിഷനിലേക്ക് സ്റ്റേജിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ ബിക്കോസ് അത് ഓൺലൈനെ മൊത്തത്തിൽ അങ്ങോട്ടേക്കൊക്കെയോ സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ ആളുടെ സ്ഥിതിയൊക്കെ ആകെ വഷളാകും, മോശമാകും. സോ അത് പല രീതിയിലുള്ള കാര്യങ്ങൾക്കും എന്താ പറയാ സിറ്റുവേഷൻസിലേക്ക് പോകും. അതുകൊണ്ടാണ് ആ മേജർ ഏരിയാസ് ആയിട്ട് ഇങ്ങനെ 3ആയിട്ട് തരംതിരിച്ചത്. ഓരോ ഏരിയ അനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്താൽ അതുകൊണ്ട് മാത്രം അവർക്ക് എന്ത് ചെയ്യണം, ആ ഒരു ക്യാൻസറിനെ ഇല്ലാതാക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് മെഡിക്കൽ ഓങ്കോളജി. സോ ഹിയർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ ഈസ് ഡൺ ത്രൂ ഗിവിംഗ് or providing medicine which is also including chemotherapy. അതായത് മെഡിസിൻ മാത്രം പ്രൊവൈഡ് ചെയ്ത് അതിന്റെ ഒപ്പം തന്നെ കീമോതെറാപ്പിയും കൊടുത്ത് നമുക്ക് എന്താ പറയാ ഈ ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഏരിയ. അത് ഒന്നാമത്തെ മെഡിക്കൽ ഓങ്കോളജി. മെഡിക്കൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർക്കുക, മെഡിസിൻ പ്രൊവൈഡ് ചെയ്യുന്നു പ്ലസ് കീമോതെറാപ്പി കൊടുക്കും. ഇത് രണ്ടും മാത്രം ഉപയോഗിച്ച് എന്ത് ചെയ്യാം, അതൊക്കെ ബിഗിനിങ് സ്റ്റേജിലൊക്കെ ആണെങ്കിലേ പറ്റുള്ളൂ. ക്ലിയർ ആയോ പറഞ്ഞത്? മെഡിക്കൽ ഓങ്കോളജി മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഓങ്കോളജിയിലെ ഈ പറയുന്ന 3 ഏരിയാസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? സോ നമുക്കറിയാം ഇവിടെ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന്റെ ബേസിസിലാണ്. ഫസ്റ്റില് മെഡിസിൻസ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്നു പ്ലസ് അതിന്റെ ഒപ്പം കീമോതെറാപ്പി പ്രൊവൈഡ് ചെയ്ത് നമുക്ക് ആ രോഗം പൂർണ്ണമായി ഭേദമാക്കാൻ പറ്റും. ആൻഡ് സെക്കൻഡ് ഏരിയ എന്ന് പറയുന്നത് സർജിക്കൽ ഓങ്കോളജിയാണ്. ഇവിടെ നമുക്ക് സർജറി കൂടി വേണ്ടി വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ബയോപ്സി. സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിച്ച് അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് ആ പറയുന്ന ഭാഗം പുറത്തേക്ക് എടുക്കുക. ട്യൂമേഴ്സ് ആണെങ്കിൽ അത് പുറത്തെടുത്തിട്ട് ഷുഡ് ബി സെൻഡ് ഫോർ ബയോപ്സിക്ക് അയച്ചു. ആൻഡ് ഓൾസോ റിസെക്ഷൻ ഓഫ് ഇത്തരം ട്യൂമേഴ്സ് ഉണ്ടെങ്കിൽ ഹാർംഫുൾ അല്ല അല്ലെങ്കിൽ ഉപകാരി അല്ലാത്തതൊക്കെ ഉണ്ടെങ്കിൽ അത് റിസെക്ട് ചെയ്ത് എന്ന് വെച്ചാൽ എന്താ പറയാ സെക്ഷൻസ് ആയിട്ടൊക്കെ വിഘടിപ്പിച്ച് അത് പുറത്തല്ലേ കളയുന്ന അല്ലെങ്കിൽ മുറിച്ച് കളയുന്ന ഒരവസ്ഥ. അത് മാത്രം ചെയ്യുന്ന അല്ലെങ്കിൽ അതിലേക്ക് കടന്നു പോകുന്ന ട്രീറ്റ്മെന്റ് ആണ് ഈ പറയുന്ന രണ്ടാമത്തെ വിഭാഗമായ
സർജിക്കൽ ഓങ്കോളജിയിൽ വരാം. ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. സർജിക്കൽ ഓങ്കോളജിയിൽ സർജറി ആസ്പെക്ടോട് വരും. ആ സർജറി ആസ്പെക്ടിൽ ബയോപ്സിയും അതുപോലെ റിസെക്ഷൻ ഓഫ് ട്യൂമേഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യും. ആൻഡ് ദ തേർഡ് ഏരിയ ഈസ് റേഡിയേഷൻ ഓങ്കോളജി. മൂന്നാമത്തെ ഏരിയ ഏതാണ്? റേഡിയേഷൻ ഓങ്കോളജി. ഇവിടെ എന്താ ചെയ്യേണ്ടത്? കാര്യങ്ങൾ കുറച്ചുകൂടി ഓരോ സ്ഥിതിയിലേക്ക് പോയി. സോ ഹിയർ റേഡിയേഷൻ തെറാപ്പി ഈസ് ഫുള്ളി ടാർഗറ്റഡ് ഓൺ ദ റെഗുലേഷൻ ഓഫ് ഹൈ ഡോസ് ഓർ ഹൈ ഡോസ് ആക്സിലറേഷൻ ഓഫ് റേഡിയേഷൻ. റേഡിയേഷൻ നല്ല ഹൈ ഡോസിലുള്ള ഈ റേസ് കൊടുത്തിട്ട് ടു കിൽ ദ ക്യാൻസർ സെൽസ്, ഈ ക്യാൻസറിന്റെ കോശങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി റേഡിയേഷൻ ഉപയോഗിക്കുന്ന അതിനോട്ട് നല്ല ഹൈ ഡോസ് ആയിട്ടുള്ള ഹൈ റേഡിയേഷൻ എനർജിയാണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ റേഡിയേഷൻ കൊടുക്കാതെ പറ്റില്ല സ്ഥിതിയിലേക്ക് ആളുടെ സ്ഥിതി മോശം. മനസ്സിലായി? അപ്പൊ റേഡിയേഷൻ തെറാപ്പി കൊടുക്കുന്നത് എന്താണ്? കൂടുതലും ഹൈ എനർജി റേഡിയേഷൻ കൊടുത്ത് ആ ക്യാൻസർ സെൽസിലേക്ക് റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിഭാഗം അല്ലെങ്കിൽ ഈ ഒരു ഏരിയ ഉപയോഗിക്കുന്നത്. അപ്പൊ 3 ഏരിയയിലുണ്ട്. മെഡിസിൻ മാത്രം പ്ലസ് കീമോതെറാപ്പികൾ കൊടുത്ത് നൽകുന്ന ട്രീറ്റ്മെന്റ് ആണ് മെഡിക്കൽ ഓങ്കോളജിയിൽ. ഇതില് സർജിക്കൽ ഓങ്കോളജിയിൽ സർജിക്കൽ ആസ്പെക്ട്സ്, ബയോപ്സി, റിസെക്ഷൻ ഓഫ് ട്യൂമേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നു. റേഡിയേഷൻ തെറാപ്പിയിൽ റേഡിയേഷൻ കെയർഫുള്ളി ടാർഗറ്റഡ് ആയിട്ടുള്ള റേഡിയേഷൻ, ഹൈ എനർജി റേഡിയേഷൻ ഉപയോഗിച്ച് ക്യാൻസർ സെൽസിനെ കിൽ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇവർ 3 ഡിഫറെന്റ് ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓങ്കോളജി മനസ്സിലായോ? ഒന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ പെട്ടെന്ന്. അടുത്തത് ഇത് പഠിക്കാട്ടാ. ഡിപ്പാർട്ട്മെന്റുകളാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ഒരു ചെറിയ എക്സ്പ്ലനേഷൻ ആണ് നമുക്കിവിടെ തന്നേക്കണേ. അപ്പൊ അറ്റ്ലീസ്റ്റ് ആ എന്താ പറയാ ഡിപ്പാർട്ട്മെന്റിൽ ഇന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നെങ്കിൽ നമ്മൾ അറിയണം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ പഠിച്ച് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടൊക്കെ ജോലിക്ക് പോകുമ്പോൾ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നവരായിട്ട് പെരുമാറുന്നവിടെ അല്ല. ഇതൊക്കെ പഠിച്ചു ഇതൊന്നും അറിയാത്തവരായിട്ടാണ് കൊണ്ടേക്കണേന്ന് വിചാരിക്കും. അത് പറയുന്നത് നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്ക് മോശമാണ് അല്ലെ. അപ്പൊ ഓരോ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ഇതിന് ഞാനിപ്പോ ഇൻഡയറക്ട്ലി പറഞ്ഞു തന്നത്. ഓക്കെ, പരീക്ഷയ്ക്ക് ചില ആളുകൾ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം എഴുതും. പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ പഠിച്ച കാര്യം നമ്മൾ എന്തായാലും കഷ്ടപ്പെട്ട് ഈ ഒരു എന്താ പറയുക ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഒരു കോഴ്സ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ മുക്കും മൂലയിലും എന്തൊക്കെ കാര്യങ്ങളാണോ അറിയണ്ടേ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. സോ ഹോസ്പിറ്റലിന്റെ പറയാൻ പറ്റില്ല. നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് അവിടെ നിന്ന് ഉയർന്ന് ഏത് രീതിയിലേക്ക് നമ്മൾ വളരണം, നമ്മളുടെ വളർച്ച നമ്മളിൽ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എവിടെ ചെന്നാലും നമ്മള് വളരാൻ പഠിക്കണം. അവിടെ അങ്ങോട്ട് നമ്മളുടേതായ ഒരു സിഗ്നേച്ചറൊക്കെ ഇട്ടിട്ട് പോരാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അതും എന്റേതല്ലല്ലോ, എന്റെ കാര്യമല്ല എന്നൊന്നും നമ്മൾ ചിന്തിക്കരുത്. എല്ലാം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് നമ്മൾ സ്വയം ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇതെന്റെ വിഭാഗമല്ല, സോ വൈ ഷുഡ് ഐ ബോദർ അബൌട്ട് ഇറ്റ് എന്നൊക്കെ വിചാരിക്കരുത്. നമുക്ക് പറ്റാവുന്ന മേഖലകൾ നമുക്ക് ചെയ്യാം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റ് ഇന്നതൊക്കെയാണ്, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം, കാരണം ഇതൊക്കെ ഞങ്ങൾ പഠിച്ചത് എവിടെ വന്നേക്കണേ എന്നുള്ള ആ ഒരു മൈൻഡായിരിക്കണമെന്ന് മനസ്സിലായില്ലേ. എന്നാലേ ഞങ്ങൾക്ക് ബഹുമാനിക്കാൻ പറ്റുള്ളൂ. എന്റെ പിള്ളേരൊക്കെ ഇങ്ങനെ ഒക്കെ പഠിച്ച് ഇങ്ങനെയൊക്കെ ഏതെങ്കിലുമൊക്കെ ഹോസ്പിറ്റൽസിൽ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ ഏതൊക്കെ പറയും നമ്മള് നാട്ടുകാരല്ലല്ലോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തല്ലേ എങ്ങനെയൊക്കെ അറിയാൻ പറ്റും. എവിടെയെങ്കിലൊക്കെ വെച്ച് കണ്ടാലോ. ഇത്രയൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നില്ലേ, ഒരാളെ രണ്ടാളെയും മൂന്നാളെയും കുറച്ചു പേരെയും കാണാൻ പറ്റിയാലോ അത് നമുക്കൊരു ഇതാണ്. അതുകൊണ്ട് അപ്പൊ പ്രൊമോട്ട് മൊമെന്റുകളായിരിക്കും അതൊക്കെ. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, സോ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം. അടുത്തത് ഏതാ? ഒഫ്താൽമോളജി അല്ലെ. ഒഫ്താൽമോളജി ഓക്കെ, നമുക്കൊക്കെ വീണ്ടും മറ്റൊരു ഫെമിലിയർ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് കുട്ടികൾക്കൊക്കെ എപ്പോഴും വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് എന്താ പറയാ എപ്പോഴും പോകേണ്ടി വരുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിന്റെ പ്രശ്നം തന്നെയാ അതന്നെ പറഞ്ഞുകൊണ്ട് തന്നെ അല്ലെ. ഐ പ്രോബ്ലംസിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ട്രീറ്റ്മെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ബോത്ത് ഫോർ അഡൽട്സ് ആൻഡ് ഓൾസോ ചിൽഡ്രൻ, കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒക്കെ
കണ്ണിന്റെ പ്രശ്നങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഒഫ്താൽമോളജി. ഇനി ഒഫ്താൽമോളജി വാട്ട് അവർ സർവീസസ് ആർ പ്രൊവൈഡിങ്, എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ സർവീസസ് നമ്മുടെ ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? സി അവിടെ എഴുതിയിട്ടുണ്ട് ജനറൽ ഐ ക്ലിനിക് അപ്പോയിന്റ്മെന്റുകൾ. ഒരു സാധാരണ എന്തെങ്കിലും കൈകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങൾക്ക് ഉണ്ടാകാവുന്ന ജനറൽ അപ്പോയിന്റ്മെന്റുകൾ, കണ്ണിന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലിനിക്ക്, അങ്ങനെയുള്ള സൗകര്യം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലേസർ ട്രീറ്റ്മെന്റ്സ് ഇന്ന് മറ്റൊരു രീതിയാണ്. 1 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ കണ്ണടയൊക്കെ വെച്ച് വരുന്ന ആൾക്കാർക്ക് 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി കണ്ണട ഊരി മാറ്റിയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ നിങ്ങൾ കാണാറുണ്ടോ? ഉറങ്ങിപ്പോയ എല്ലാവരും ഞാനിവിടെ ഇരുന്ന് കുറെ നേരം പറയണ്ടേ? ഉറങ്ങിയിട്ടില്ല. ഓക്കെ. അങ്ങനെ അപ്പൊ എത്ര ഇതുപോലെയുള്ള കണ്ണിന്റെ പല ട്രീറ്റ്മെന്റുകളൊക്കെ ലേസർ ട്രീറ്റ്മെന്റ്സ് ഉപയോഗിച്ചിട്ടൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നടക്കുന്നുണ്ട് ഒഫ്താൽമോളജിയിൽ. ഒപ്റ്റോമെട്രി എന്താണെന്ന് കേട്ടിട്ടുണ്ടോ? ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത് എന്ത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന്റെ ഒക്കെ തന്നെ എന്താ പറയാ, കണ്ണിന്റെ ചില പ്രശ്നങ്ങൾക്ക് വേണ്ടിയില്ല, കണ്ണിനുണ്ടാകുന്ന പല അബ്നോർമാലിറ്റീസ് അതിനൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഒരു എന്താ പറയാ എക്സ്പേർട്സ് ആണ്, അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ആണ്. അതായത് കണ്ണിന്റെ പല രീതിയിലുള്ള അബ്നോർമാലിറ്റീസ്, അതായത് കണ്ണിനെ എക്സാമിൻ ചെയ്യുക, കണ്ണിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് നോക്കുക, എന്തെങ്കിലും ഡിഫക്റ്റുകൾ, അതിന്റെ സ്ട്രക്ചറൽ ഡിഫക്ട്സ് ഇതൊക്കെ നോക്കി അതിന് വേണ്ടിയുള്ള പ്രത്യേക പരിഗണനയൊക്കെ കൊടുത്ത് അതിനെ ശുശ്രൂഷിക്കുന്ന ഡോക്ടേഴ്സ്, അതിന്റെ പ്രൊഫഷണൽസ്, ആ ഒരു പ്രൊഫഷൻ അത് മാത്രം അബ്നോർമാലിറ്റിയും അതിന്റെ ഡിഫക്റ്റുകളൊക്കെ മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ട് മാത്രം തീരുമാനിച്ച് കണ്ണിന്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ ചില ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ തൊട്ട് പോകുന്ന ക്യാൻസർ പഠിച്ചു അല്ലെ? ക്യാൻസറിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഓങ്കോളജി എന്ന് പറയുന്നത് അതിനകത്ത് 3 വേറെ ഡിഫറെന്റ് ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഈ കണ്ണിന്റെയും അതെ. ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്ക് പറയാവുന്ന കാര്യം എന്താ പറഞ്ഞിട്ട്, ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ എത്ര അവയവങ്ങൾ അല്ലെങ്കിൽ ഓർഗൻസ് ഒക്കെ നമ്മുടെ ഇന്റേണലോ എക്സ്റ്റേണലോ ആയിട്ടുള്ള ഓർഗൻസ് ഒക്കെ ഉണ്ടോ, ഇതിനെല്ലാം ബാധിക്കുന്ന പല രോഗങ്ങളും പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് പുതിയ ഓരോ കോഴ്സുകൾ, ഈ ഓരോ പ്രത്യേക സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റുകൾ ഈ ഓരോ ഓർഗൻസിന് തന്നെ ഇന്ന് പഠിക്കുന്നുണ്ട്. അതായത് പണ്ടൊക്കെ നമ്മള് എന്താ പറയാ +2 അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞു, ഇപ്പൊ +2 സയൻസ് ആണെങ്കിൽ നേരെ BSc കഴിഞ്ഞ് നേരെ തന്നെ ഒരു വരവച്ച് കയറാൻ നഴ്സിംഗിന് പോകും അല്ലെ? ആ നഴ്സിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പണ്ടൊക്കെ ജനറൽ നഴ്സിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അത് BSc നഴ്സിംഗിലേക്ക് കൺവേർട്ട് ചെയ്തു, അല്ലെങ്കിൽ BSc നഴ്സിംഗ് ആയിരിക്കാം മസ്റ്റ് എന്നുള്ള രീതിയിലാക്കി. അപ്പൊ ആ നഴ്സിംഗ് എന്ന് പറയുമ്പോൾ ഏത് രീതിയിലുള്ള നഴ്സിംഗ് മേഖലകളിലും അവിടെ ആ നഴ്സസ് ജോലി ചെയ്യേണ്ടി വരും. ഇന്ന് അതല്ല, ഇന്ന് ഓരോ സ്പെസിഫിക് മേഖലകളിൽ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ സ്പെസിഫൈ ചെയ്യുന്ന നഴ്സസിനെ വേണ്ടി, ഇപ്പൊ ഉദാഹരണം അനസ്തേഷ്യോളജിക്ക് വേണ്ടിയിട്ട് അത് പഠിച്ചിട്ട് ആ ഒരു വിഭാഗത്തിൽ മാത്രം നൽകാൻ വേണ്ടിയിട്ടുള്ള നഴ്സസ് അങ്ങനെ വേണ്ടി പഠിക്കാം. ഓക്കെ, ഒത്തിരി ഉണ്ട് കേട്ടോ, ഒത്തിരി വിഭാഗങ്ങൾ അങ്ങനെ ഇവിടെ. കാർഡിയോളജിയിൽ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കുന്ന കാർഡിയോവാസ്കുലർ ടെക്നോളജി, അതുപോലെ തന്നെ കാർഡിയോ എന്താ പറയാ പൾമിനറി ടെക്നോളജി, അങ്ങനെ ഒത്തിരി വിഭാഗങ്ങളായിട്ട് തിരിച്ച് ഓരോ പഠനങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ണിനും ഇതുപോലെ കണ്ണിന്റെ കാഴ്ചയെ സംബന്ധിക്കുന്നുണ്ട്, കണ്ണിന്റെ ഡിഫക്റ്റുകൾ അബ്നോർമാലിറ്റീസ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാലേ ഈ കണ്ണിന്റെ സ്ട്രക്ചറൊക്കെ പല രീതിയിലൊക്കെ മാറി നിൽക്കുന്ന ജന്മനായിട്ട് മാറുന്ന ആളുകളൊക്കെ ഉണ്ട് അല്ലെ? അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിൽ കൂടുതൽ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുന്ന ഒരു വിഭാഗം, അതാണ് ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു എക്സ്പേർട്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ആണ് orthoptist എന്ന് പറയുന്നത്, who handles the treatment of defects of eye, especially which is concentrating on binocular vision. അതായത് ഒപ്റ്റോമെട്രിയിനേക്കാൾ വേറെ രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞ എക്സ്പേർട്ടുകൾ ഏതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ളവരാണ്? ബൈനോക്കുലർ വിഷനില്. എന്താ ബൈനോക്കുലർ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വി ഹാവ് ടു സീ ആൻ ഒബ്ജക്ട് നമ്മൾ ഒരു എന്ത് വസ്തുവിനെ നമ്മളിങ്ങനെ സ്ട്രേറ്റ് നമ്മൾ നോക്കിയിട്ട് ഒരു കണ്ണുകൾ നമ്മുടെ 2 കണ്ണിന്റെ ആ ഒരു ഐബോൾസ് ഒരേ രീതിയിലുള്ള ലൊക്കേറ്റ് ചെയ്യും അല്ലെ ആ വസ്തുവിനെ കാണാനായിട്ട്. പക്ഷെ ചില ആളുകളില് ആ ഐബോൾസ് കറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കുന്ന രീതിയിലായിരിക്കില്ല. ചിലപ്പോൾ അതിന്റെ ആ ഒരു മൂവ്മെന്റിലോ അല്ലെങ്കിൽ ആ കണ്ണിന്റെ ഓട്ടത്തിന്റെ ആ ഇതിലോ സ്ട്രെയിറ്റ് അല്ലാത്തതുപോലെ നമുക്ക് ഫീൽ ചെയ്യും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ബൈനോക്കുലർ വിഷൻ ആണ്. അതിനകത്ത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള നമ്മുടെ നോട്ടത്തിലേക്ക് അത് നമ്മുടെ മൂവ്മെന്റ് ഓഫ് അവർ ഐ വെദർ ഇറ്റ് ഈസ് വർക്കിംഗ് ടുഗദർ അത് ഒരുപോലെ തന്നെ മൂവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ കണ്ടെത്തി അതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയാ ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എക്സ്പേർട്ടുകളാണ് ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറയുന്നത്. അവർ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ബൈനോക്കുലർ വിഷനിലാണ്. അതായത് വി ഹാവ് ടു സീ ആൻ ഒബ്ജക്ട് സ്ട്രെയിറ്റ്. നമ്മൾ എന്ത് വസ്തുവിനെ നമ്മുടെ ഈ 2 ഐബോൾസ് നേരെ തന്നെ ലൊക്കേറ്റ് ചെയ്താണ് നമ്മൾ വസ്തുവിനെ കാണുക.
ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാലേ, നമ്മള് കുഞ്ഞു വാവകളൊക്കെ ജനിക്കില്ലേ, കൊച്ചുകുട്ടികളൊക്കെ ജനിച്ചു കഴിയുമ്പോ വീട്ടിലുള്ള ഇച്ചിരി കുഞ്ഞ് വാവകൾ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഇപ്പൊ അതിന്റെയൊക്കെ ചേട്ടനും ചേച്ചിയൊക്കെ ഉണ്ടാവുമല്ലോ, 2 വയസ്സ് 3 വയസ്സൊക്കെ ഉള്ള കൊച്ചുങ്ങളൊക്കെ ഉണ്ടെങ്കിലേ അവര് എന്താ പറയാ വാവകൾക്കൊക്കെ മുമ്പിൽ കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണിച്ചൊക്കെ കൊടുക്കും. അപ്പൊ അവരെങ്ങനെ കാണിക്കും? കൊച്ചു വേഗം കണ്ടോണ്ടിരിക്കുന്നു വിചാരിച്ചിട്ട് അവരിങ്ങനെ കണ്ണിന്റെ അടുത്തൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് കാണിക്കും അല്ലെ. അപ്പൊ കൊച്ചുങ്ങളെ നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊക്കെ എല്ലാവരും ഫേസ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ പലപ്പോഴും പറഞ്ഞു അവരെ കറക്റ്റും ചെയ്തിട്ടുണ്ടായിരിക്കും. അവര് ഇങ്ങനെ നോക്കുമ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ ഐബോൾസ് കണ്ടിട്ട് ഇവിടെ വന്നിരിക്കും. അപ്പൊ നമ്മൾ എന്താ പറയാറ്? അത്ര അടുത്ത് കാണിച്ചു കൊടുക്കേണ്ട അവനെ ചെറുതിക്ക് പിടിച്ച് കാണിച്ചോ? കാരണം ആ കുട്ടി അത് നേരെ ഒരു ഇത്ര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ആ വസ്തുവിനെ നോക്കണം. അല്ലെങ്കിൽ ആ കൊച്ചു അങ്ങനെ തന്നെ നോക്കി നോക്കി അതിന്റെ കണ്ണ് ആ ഒരു സ്ട്രക്ചർ തന്നെ എന്ത് ചെയ്യും, അബ്നോർമൽ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ തുടങ്ങി, കൊച്ചിലെ തുടങ്ങി അത്തരം കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത്, അത് വലിയവർ ചെയ്താലും ചെറിയവർ ചെയ്താലും നമ്മളൊക്കെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരും. കാരണം കുട്ടികളുടെ കാഴ്ചക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനാ. ചെറുതിലെ തന്നെ ചില കുട്ടികൾ ചില കാര്യങ്ങൾ ശീലിച്ചത് വലുതാകും അത് അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ. ശീലം മാത്രമല്ല, അവരെ കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യിപ്പിച്ചാലും. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ നമ്മൾ അത്തരം കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് വരാറില്ലേ. അതൊക്കെ ബൈനോക്കുലർ വിഷന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അത്തരം ബൈനോക്കുലർ വിഷനിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന എക്സ്പേർട്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽസ്, അവരെയാണ് നമ്മൾ ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് വിളിക്കുക. അതിന് തൊട്ട് മുകളിൽ പറയുന്നത് ഒപ്റ്റോമെട്രി ആണ്. അത് നമ്മുടെ കണ്ണിന്റെ ഡിഫക്റ്റ്, അബ്നോർമാലിറ്റീസ് ട്രീറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക വിഭാഗമാണ്. അത് വേറെ പ്രൊഫഷണൽസ് ആണ്. ക്ലിയർ ആയോ? രണ്ട് വ്യത്യാസമുണ്ട്. മനസ്സിലായോ? ഓർത്തോപ്റ്റിക് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രൊഫഷണൽസിന്റെ ആ ഒരു പേര് വന്നത് എന്താ പറയാ, ഓർത്തോപ്റ്റിക് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡ്, അത് ഓർത്തോസ്, ദാറ്റ് മീൻസ് സ്ട്രെയിറ്റ്, നേരെ സ്ട്രെയിറ്റ് ആയി എന്നർത്ഥം വരുന്ന ആ വേർഡും, അതുപോലെ തന്നെ ഒപ്റ്റിക്കോസ് എന്ന് പറയുന്ന വേർഡ് അതിനോട് കൂടി ചേർത്തിട്ടാണ് ഓർത്തോപ്റ്റിക്സ് എന്ന് പറയുന്ന വേർഡ് ഉണ്ടായിരുന്നത്. ഒപ്റ്റിക്കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് റിലേറ്റിംഗ് ടു സൈറ്റ്, കാഴ്ചയുമായിട്ട്, നേരെയുള്ള കാഴ്ച, അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തുള്ള 2 വേർഡുകൾ കണക്ട് ചെയ്തിട്ടാണ് എന്ത് ഓർത്തോപ്റ്റിക്സ് എന്ന് പറഞ്ഞ ആ ഒരു പ്രത്യേക കാര്യത്തെ പ്രൊഫഷണൽ ആയിട്ടുള്ള പ്രൊഫഷൻ നേടിയ ആൾക്കാരാണ് ഓർത്തോപ്റ്റിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്തെങ്കിലും സംശയമുണ്ടോ? ആൻഡ് നെക്സ്റ്റ്, ഇനി അതുപോലെ തന്നെ ഒഫ്താൽമോളജിയിൽ വരുന്ന മറ്റൊരു മെയിൻ ഏരിയ ആണ്, അല്ലെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു സർവീസ് ആണ് ഒഫ്താൽമിക് ഇമേജിംഗ്. ഇത് ഇതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റുകൾ, അതായത് ഡോക്ടേഴ്സ് സ്പെഷ്യലൈസ്ഡ് ഇൻ ഒഫ്താൽമോളജി, ഒഫ്താൽമോളജിയിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, അവര് പ്രത്യേക ഒരു എന്താ പറയാ ഡീറ്റെയിൽഡ് ഇമേജസ്, നമ്മുടെ കണ്ണിന്റെ പല പല പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നൊക്കെ ഇമേജിംഗ് ടെസ്റ്റുകൾ, നമ്മൾ നേരത്തെ ന്യൂക്ലിയർ മെഡിസിൻ പഠിച്ചില്ലേ, അതുപോലെയുള്ള ഇമേജിംഗ് ടെസ്റ്റുകൾ നടത്തി. ഇമേജിങ്ങില് അതായത് റേസ് ഒക്കെ കടത്തി വിട്ടിട്ട് ആ കണ്ണിന്റെ അകത്തുള്ള എന്തെങ്കിലും ആന്തരികമായിട്ടുള്ള കണ്ണിന്റെ ഉള്ളിലേക്ക് ഒരുപാട് ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, റെറ്റിനാന്നും എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ അത്തരം ഭാഗങ്ങളിലുള്ള ഡിഫക്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക? കുട്ടിയുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചിലപ്പോ ഇവിടെ ഈ മോളിൽ കാണുന്ന ഐബോളോ അല്ലെങ്കിൽ അതിലൂടെ ഒന്നും നോക്കിയാൽ ക്ലിയർ ആവില്ല. സോ അത് ഉള്ളിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ കണ്ണിന്റെ ആ ഉള്ളിലേക്കുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തണമെങ്കിൽ വി ഷുഡ് യൂസ് ഇമേജിംഗ് ടെസ്റ്റ്. അതിന് ഇമേജിംഗ് ടെസ്റ്റുകൾ ന്യൂക്ലിയർ മെഡിസിൻ പോലെ വേണം. അതിനുവേണ്ടി കണ്ണിന്റെ ഉപയോഗിക്കുന്നതാണ് ഒഫ്താൽമിക് ഇമേജിംഗ് എന്ന് പറയുന്നത്. സോ ദേ വിൽ ഹാവ് സം, ഈ സ്പെഷ്യലിസ്റ്റിന്റെ കയ്യിൽ ദേ വിൽ ഹാവ് സം സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെന്റ്, അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ് ഡിസൈൻ ചെയ്തിരിക്കുന്ന എക്യുപ്മെന്റ് ഉണ്ട്. അതിന്റെ സപ്പോർട്ടോടി ദേ ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വൈഡ് റേഞ്ച് ഓഫ് ഐ പ്രോബ്ലംസ്. കണ്ണിന്റെ പല പ്രശ്നങ്ങളും അത് ഉപയോഗിച്ച് ഇമേജിംഗ് ടെസ്റ്റിലൂടെ അവർക്ക് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും ഒഫ്താൽമോളജി സർവീസസ് ആണ് ഓരോ ഹോസ്പിറ്റൽസും പ്രൊവൈഡ് ചെയ്യുന്നത്. ഹോസ്പിറ്റൽസിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒഫ്താൽമോളജിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സേവനങ്ങളാണ് നമുക്ക് പറയുന്നത്. ജനറൽ ആയിട്ടുള്ള ഹൈജീനിക് അപ്പോയിന്റ്മെന്റുകൾ, ലേസർ ട്രീറ്റ്മെന്റുകൾ, ഒപ്റ്റോമെട്രി എന്ന് പറഞ്ഞു അബ്നോർമാലിറ്റീസ് ഓഫ് ഐസ് അല്ലെങ്കിൽ ഡിഫക്ട്സ് ഓഫ് ഐസ്, അത് കണ്ടെത്തിയിട്ട് അതിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഇതാണ് ആ ഒരു എക്സ്പേർട്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽസിനെയാണ് ഒബ്സർവേറ്ററി എന്ന് വിളിക്കുക. ബൈനോക്കുലർ വിഷൻ, ദാറ്റ് മീൻസ് സ്ട്രെയിറ്റ് സൈറ്റ്, നമ്മുടെ കാഴ്ച നേരെയാകുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് ഡയഗ്നോസിസ് ചെയ്ത് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു പ്രൊഫഷണൽ വിഭാഗമാണ് ഓർത്തോപ്റ്റിക്സ് എന്ന് പറയുന്നത്. ഒഫ്താൽമിക് ഇമേജിംഗ് ടെസ്റ്റിലൂടെ കണ്ണിന്റെ വേരിയസ് വൈഡ് റേഞ്ച് ഓഫ് പ്രോബ്ലംസ് കണ്ടെത്തി ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആണല്ലോ? അടുത്തത് കുഞ്ഞ് ടോപ്പിക് കോഡ് ചെയ്ത അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് നോട്ട് ചെയ്താൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നോട്ട് ചെയ്താൽ സമയം കിട്ടില്ല. ഓക്കെ, ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓർത്തോ ഡിപ്പാർട്ട്മെന്റ്സ്. എന്താണ് ഓർത്തോ?
the department which deals with the problems that affect our musculoskeletal system. The muscles, skeletal, that's musculoskeletal, muscles, skeletal. And the musculoskeletal system department orthopedics department. Treating of our bonds. Bonds spelling present P-O-N-U-S bonds. Muscles, tendons, ligament, replacing bonds, hip replacement. Accident, kneecap replacement. Orthopedics department provided, and also it provides some outpatient treatment such as treating fractures and also dislocated joints. Fractures and the accident, fractures, and also dislocated joints, dislocation of joints. Joint, shoulder joint. He joined shoulders shoulder joint dislocate. Orthopedics department I love the stuff. They would the arms and the wrist in the day, you would have to go Korea. You would have never watched the straight and so they break a joint and the joint of Marata. I didn't can it called socket socket volume fix it joint. I don't think the dislocations were other. Treat the orthopedics department. So they were the department and orthopedics. Here I am. Neurology and just nobody neurology, nephrology, nuclear medicine, oncology, ophthalmology, and orthopedics. Extra note just on the collective white camera. Village some other nephrology heading. Nephrology. It's a ophthalmology. Ophthalmology full brain of me. Ophthalmology is the department ambulance കുട്ടികൾ പ്രായപൂർത്തിയായവർക്കും വേണ്ടിയിട്ട് കണ്ണിന്റെ എന്ത് പ്രശ്നങ്ങൾക്ക് വേണ്ടി ചികിത്സ കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഒഫ്താൽമോളജി എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് പ്രൊവൈഡ്സ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർവീസസ്. ഒഫ്താൽമോളജി പ്രൊവൈഡ് ചെയ്യുന്ന പലതരത്തിലുള്ള സേവനങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ജനറൽ ആയിട്ടുള്ള അയക്കല്ലേ, ഇപ്പൊ കണ്ണിന് ചോദിച്ചില്, കണ്ണ് ചുമക്കുക, അങ്ങനെയൊക്കെയുള്ള സാധാരണയുള്ള രോഗങ്ങൾ, കണ്ണിന് വരാവുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ വിസിബിൾ ആയ ഭാഗത്ത് കണ്ണ് ചൊറിയുന്നത്, കണ്ണ് ചുമക്കും,
ചെങ്കണ്ണൊക്കെ വരുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള സാധാരണ ഐക്കുണ്ടാകുന്ന കണ്ണുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജനറൽ ഐ ക്ലിനിക് അപ്പോയിന്റ്മെന്റുകളും ലേസർ ട്രീറ്റ്മെന്റുകൾ ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലേസർ ഉപയോഗിച്ചിട്ട് കണ്ണിന്റെ പല പ്രശ്നങ്ങളെയും കറക്റ്റ് ചെയ്യുന്നത്. ഒപ്റ്റോമെട്രി എന്ന് പറയുന്ന ആ ഒരു വിഭാഗം, അത് ഒരു പ്രൊഫഷണൽ വിഭാഗമാണ്. Those who concentrate on the abnormalities of eyes and also defects of eyes. നമ്മുടെ കണ്ണിന്റെ പല ഡിഫക്റ്റുകള്, കണ്ണിന്റെ പല അബ്നോർമാലിറ്റീസ് ട്രീറ്റ് ചെയ്യുന്ന ഒരു വിഭാഗം പ്രൊഫഷണൽസ്, അവരെയാണ് നമ്മൾ ഒപ്റ്റോമെട്രി ആ ഒരു ഇതിനെയാണ് പറയുക. അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ വിഭാഗമുണ്ട്. ഓർത്തോപ്റ്റിക്സ്, ദാറ്റ് മീൻസ് ഹു കോൺസെൻട്രേറ്റ് ഓൺ ബൈനോക്കുലർ വിഷൻ, നമ്മുടെ വിഷൻ സ്ട്രെയിറ്റ് ആക്കാൻ. ഏത് ആളുകളും നമ്മൾ വസ്തുവിനെ നോക്കുമ്പോൾ സ്ട്രെയിറ്റ് വിഷൻ ആണ് നമുക്കുള്ളത്. അതിങ്ങനെ ഇതായിട്ട് പോകാം. ഇപ്പൊ ഇവിടെ ഐബോൾസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടാകുക, അങ്ങനെയുള്ള ചില അബ്നോർമാലിറ്റീസ് ചില ആളുകളിലൊക്കെ ഉണ്ടാകാറുണ്ട്. അതൊക്കെ കറക്റ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്താണ്. അങ്ങനെയുള്ള സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ എക്സ്പേർട്സ് ആണ് ഓർത്തോപ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓർത്തോപ്റ്റിക്സ് എന്ന് പറയുന്ന വേർഡ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ് വിച്ച് ഈസ് കമ്പൈൻഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ്സ് ആയിട്ടുള്ള ഓർത്തോപ്റ്റിക്, അതുപോലെ തന്നെ ഒപ്റ്റിക്കോസ് എന്നീ രണ്ട് വേർഡുകൾ കമ്പൈൻ ചെയ്തിട്ടാണ്. ഓർത്തോപ്റ്റിക് എന്താണ്? സ്ട്രെയിറ്റ് എന്നും ഒപ്റ്റിക്കോസ് എന്ന് പറയുന്നത് റിലേറ്റിംഗ് ടു സൈറ്റ് എന്നുമായിട്ട് രണ്ട് വാക്കുകൾ ചേർത്തിട്ടാണ് ഓർത്തോപ്റ്റിക്സ് എന്ന് പറയുന്ന വേർഡ് ഉണ്ടായത്. അതൊക്കെ ഒന്ന് പഠിച്ചിട്ടുണ്ടോ? പിന്നെ ഒപ്താൽമിക് ഇമേജിംഗ് ട്രീറ്റ്മെന്റിലൂടെ കണ്ണിന്റെ അകത്ത് ആന്തരികമായിട്ടുണ്ടാകുന്ന പല രോഗങ്ങളുണ്ട് കണ്ണിന്, അതൊക്കെ കണ്ടെത്തുമ്പോൾ എങ്ങനെ പറ്റിയ ഇമേജിംഗ് ടെസ്റ്റിലൂടെ അപ്പൊ ഇമേജസിലേക്ക്. അപ്പൊ നമ്മളുടെ ഇതിനകത്തേക്ക് എന്താ പറയാ, ഒരു സ്പെഷ്യൽ ഡിസൈൻ ആയിട്ടുള്ള ക്യാമറാസ് ഒക്കെ ഫിറ്റ് ചെയ്ത് റേസ് കടത്തി കൂട്ടി ഡയഗ്നോസിസ് ചെയ്ത് എന്ത് പ്രശ്നമാണെന്ന് കണ്ണിന്റെ കണ്ടുപിടിക്കാനുള്ളതാണ് ഒപ്താൽമിക് ഇമേജിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ശരിയായ ഇടയ്ക്ക് പോകുന്നുണ്ട്. യെസ്, ഒന്ന് എഴുതിയ നെഫ്രോളജി എന്ന് പറഞ്ഞ ഹെഡിങ് ചെയ്യുക. നെഫ്രോളജിനകത്ത് നമ്മൾ എഴുതാനുള്ളത് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് എഴുതുക. ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് ഒരു ഹൈഫൻ ഇടാം. ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് എന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൻ ഇടാം. എന്നിട്ട് എഴുതാം it occurs occurs when you have too much, TOO, too much or not enough of certain minerals in our body. Enough minerals in our body. It may be a cause of, it may be a sign of, sign, അടയാളം, സൂചന എന്നൊക്കെ പറയില്ലേ. It may be a sign of kidney disease. ഇങ്ങനെ ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് വരുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ചിലപ്പോ കിഡ്നി ഡിസീസസ് കൊണ്ടായിരിക്കാം. അപ്പൊ അതൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് നെഫ്രോളജിയിലാണ്. It may be a sign of kidney disease, അതിന്റെ ഒരു അടയാളമായിരിക്കാം. നെക്സ്റ്റ് വൺ, ഹൈപ്പർ ടെൻഷൻ. എന്താ ഹൈപ്പർ ടെൻഷൻ? ഹൈപ്പർ ടെൻഷൻ HT ഒന്ന് ഷോർട്ട് ഫോം ഒന്ന് ചോദിച്ചോ. HT, HTN ഇതൊക്കെ ഹൈപ്പർ ടെൻഷന്റെ ഷോർട്ട് ഫോംസ് ആണ്, അബ്രീവിയേറ്റഡ് ഫോംസ് ആണ്. HT, HPN, HTN ബ്രാക്കറ്റിൽ എഴുതിയാൽ മതി. ഓൾസോ നോൺ ആസ് ബ്ലഡ് പ്രഷർ, ഇതിന് മറ്റൊരു പേരുണ്ട്, ബ്ലഡ് പ്രഷർ എന്ന് വിളിക്കും. ഇത് ഏജ് ലിമിറ്റ് അനുസരിച്ച് ഇതിന് വേരിയേഷൻ ഉണ്ട്. 140, 100, 130, 110 എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഇതൊരു റേഞ്ച് പറയാം. അതാണ് hypertension is also known as blood pressure. And what to do? Okay. അടുത്തത് hyperthyroidism.
HT, HPL, HTN. Hyperthyroidism is that hyperthyroidism. It happens when the thyroid gland produces എപ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുക ഹൈപ്പർതൈറോയിഡിസം വരുന്നത്? നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി കൂടുതൽ തൈറോയ്ഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. thyroid gland produces too much of thyroid hormones. Too much of TOO, too much of thyroid hormones. കൂടുതൽ തൈറോയ്ഡ് ഹോർമോണുകൾ പുറപ്പെടുവിക്കുന്നത് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന രോഗം, അതാണ് ഹൈപ്പർ തൈറോയിഡിസം. എന്താ ഇതിന്റെ ലക്ഷണങ്ങൾ? എന്തറിയാം ഇതിന്റെ ലക്ഷണങ്ങൾ എന്താ? എന്തെങ്കിലും അതിനെ കുറിച്ച് അറിയോ? തൈറോയ്ഡ് ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ ഹൈപ്പറുണ്ട് ഹൈപ്പോയും ഉണ്ട്. ആർക്കെങ്കിലും ഒക്കെ ഉണ്ടോ? ഒരു കോമൺ അസുഖമായിട്ടാണ് അറിയില്ലേ? ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം. ഹൈപ്പറിന്റെ എന്താ? അതിന്റെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ഹൈപ്പറിന് വീക്ക്നെസ് ഉണ്ടായിരിക്കും. ഹൈപ്പർ തൈറോയിഡിസം. പിന്നെന്തുണ്ടാകും? തലകറക്കുണ്ടാകും. പിന്നെ റെഗുലർ ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ് ഉണ്ടായിരിക്കും കേട്ടാ. സിംറ്റംസ് ഇതൊക്കെയാണ്. വെയിറ്റ് ലോസ് ഉണ്ടായിരിക്കും. ഹൈപ്പറിനാണ് വെയിറ്റ് ലോസ് ഉണ്ടാകുക. ഹൈപ്പറിന് വെയിറ്റ് ലോസ് ആണ്. തടി കൂടുന്നത് ഏതിനാണ്? ഹൈപ്പോനാണ്. ഹൈപ്പോ വെയിറ്റ് ലോസ് ആണ് ഉണ്ടാകുക ഹൈപ്പറിന് കേട്ടാ. വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത് മറ്റേതില് ഹൈപ്പോക്കാണ്. ആർക്കെങ്കിലൊക്കെ ഉണ്ടോ ഹൈപ്പർ തൈറോയിഡിസവും ഹൈപ്പോ തൈറോയിഡിസവും? ഒരുപാട് പേർക്ക് ഇല്ലാകുന്നത് ഞാൻ വേറെ ഒന്നും ചോദിച്ചു തരാം. എനിക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട്, എനിക്കുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. അല്ലാതെ വേറെ രീതിയിൽ ചോദിച്ചതല്ല. അപ്പൊ ഇതൊക്കെ ഹൈപ്പറിന്റെ പ്രത്യേകത വെയിറ്റ് ലോസ് ആയിരിക്കും. ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ടാകും. റെഗുലർ ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ് ഒക്കെ വരും. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഹൈപ്പോ തൈറോയിഡിസം അല്ലെ. അവിടെ തടി കൂടും അല്ലെ, ഭയങ്കര അതും അവിടെയൊക്കെ വിറയിലൊക്കെ ഉണ്ടാവാറുണ്ട് ചില ആളുകൾക്ക്. മരവിപ്പോ അങ്ങനെയൊക്കെ കൈകാലൊക്കെ. അപ്പൊ ഇതൊക്കെ അതിന്റെ ലക്ഷണങ്ങളാണ്. ഓക്കെ, യെസ്. അപ്പൊ അത് അത്രയേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് ഹൈപ്പർ തൈറോയിഡിസവും അതുപോലെ തന്നെ പിന്നെന്താ ലിംഫോമാസും കൂടി എഴുതിയേക്കാം കേട്ടോ. അതിനകത്ത് ലിംഫോമാസ് അതുകൊണ്ട് വേറെ ടൈപ്പ് ഓഫ് ബ്ലഡ് ക്യാൻസർ ലിംഫോമാസ് എന്ന് എഴുതിയിട്ട് എഴുതാം. എ ടൈപ്പ് ഓഫ് ബ്ലഡ് ക്യാൻസർ വിച്ച് അഫക്ട് WBC. എ ടൈപ്പ് ഓഫ് ബ്ലഡ് ക്യാൻസർ വിച്ച് അഫക്ട് WBC എന്നതാണ്. WBC എക്സ്പാൻഡ് ചെയ്തേ. WBC ആർക്കറിയില്ലേ? വൈറ്റ് ബ്ലഡ് സെൽസ്. വെരി ഗുഡ്. അത് RBC കേട്ടാ. RBC ആണ് റെഡ് ബ്ലഡ് സെൽസ്. വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് WBC. ഓക്കെ, കുഴപ്പമില്ല. വൈറ്റ് ബ്ലഡ് സെൽസിനെ അഫക്ട് ചെയ്യുന്ന ഒരു തരം എന്താ പറയാ ക്യാൻസർ ആണ് ലിംഫോമാസ് എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ അറിവിലേക്ക് വേണ്ടി അവിടെ എഴുതി വെച്ചു. ആരെങ്കിലും എഴുതാത്തതുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കണേ. ബിക്കോസ് ടൈം അത്രയും 2 മിനിറ്റ് കൂടിപ്പോയി. കുറച്ച് നേരത്തെ അറിഞ്ഞോട്ടാണ്. ഓക്കെ, സീ യു. അടുത്ത ദിവസം ബൈ.